ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരു മുൻപേടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന ഡ്രസ്സൊക്കെ എടുത്ത് അതിലിങ്ങനെ പോകുന്നത് കാണുമ്പോൾ രോഹിത് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അലീന ഡ്രസ്സൊക്കെ അഴക്കാമെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് താഴേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അവിടെ ഒന്ന് നിന്നേ എന്ന് പറയുകയാണ്. എന്തേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന നേരെ രോഹിത്തിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് അതില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു വിറയിലും വെപ്രാളവും കാര്യങ്ങളൊക്കെ കൂടിയാണ് അങ്ങനെ പറയുന്നത്. അപ്പം ആ സമയത്ത് എന്താ പറഞ്ഞോളൂ, എന്ത് വേണം, എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്തെങ്കിലും വേണോ, ചായ വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് വല്ലതും വേണോ, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്നിങ്ങനെ അലീന ഒരു വ്യത്യാസവും കൂടെ അവളുടെ മനസ്സിലൊന്നും ഇല്ലല്ലോ. അപ്പൊ ശുദ്ധ സംസാരത്തോടു കൂടി തന്നെ അങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, അല്ല അത് പിന്നെ എന്നും പറഞ്ഞിട്ട് ആ ഡ്രസ്സ്, ഇത് ഡ്രസ്സല്ലേ, എൻ്റെ ഡ്രസ്സ് ഉണ്ടോ ഇതിൻ്റെ അകത്ത് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ആ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഡ്രസ്സ് ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലൊക്കെ ഒന്ന് ടച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മുടെ രോഹിത് അങ്ങനെ ആ ഡ്രസ്സിൽ ഇങ്ങനെ പരതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കയ്യിലൊന്നും ടച്ച് ചെയ്യാൻ രോഹിത്തിന് തോന്നുന്നുമില്ല. അങ്ങനെ ആ സമയത്ത് അത് പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ട്, എന്താ പറഞ്ഞോളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡ്രസ്സുകൾ അലക്കണ സമയത്ത് എൻ്റെ പോക്കറ്റൊക്കെ ഒന്ന് നന്നായി നോക്കണം, എന്തെങ്കിലും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ അതിനെന്താ, അത് ഞാൻ നോക്കാറുണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ ഇത് കൊണ്ടുപോയി അയൺ ചെയ്തിട്ട് വരാം, എന്തെങ്കിലും ആവശ്യമായി വിളിച്ചാൽ മതി എന്ന് അലീന പറയും. ആ ശരി എന്ന് പറയാം. അപ്പോൾ രോഹിത്തിന് എന്തായാലും ഹരി പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ നിന്നും പിന്മാറുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹരിയെയാണ്. ഹരിയും രോഹിത്തും കൂടി സംസാരിക്കാൻ ഒരു കൊളക്കടവിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടാ, നീയൊക്കെ എന്തിനു കൊള്ളാം, നിനക്കൊക്കെ ധൈര്യമില്ല, നിന്റെ മുന്നിൽ സദ്യ വിളമ്പി തന്നിട്ട് നിന്നോട് അത് കഴിക്കാൻ പറഞ്ഞിട്ട് നീ കഴിക്കുന്നില്ല, അപ്പൊ ദൈവം നിനക്ക് ഒരു തരി കഞ്ഞിവെള്ളം പോലും ഇനി നിനക്ക് തരില്ല എന്നൊക്കെ ഇങ്ങനെ ഹരി രോഹിത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അവളുടെ ആ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല, എന്നെ സ്വന്തം അനിയനെ പോലെയാണ് അവൾ എന്നെ സ്നേഹിക്കുന്നതും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്, ആ വീട്ടിൽ എല്ലാ ജോലികളും കഷ്ടപ്പെട്ട് അവൾ തന്നെയാണ് എല്ലാതും ചെയ്യുന്നതും, എല്ലാവരുടെ ഡ്രസ്സ് കഴുകുന്നതും തേച്ച് തരുന്നതും, എന്തിന് ഷൂ പോളിഷ് ചെയ്തു തരും, എല്ലാ കാര്യങ്ങളും അലീന തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ രോഹിത്. അപ്പൊ ആ സമയത്ത് നീ അങ്ങനെയൊക്കെ ചിന്തിച്ച് നിന്നോ, അപ്പോൾ ആ സമയം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു സെന്റിമെന്റൽ നാടകം കളിക്കാനായിട്ട്, അപ്പോൾ അത് ഞാൻ ചെയ്തതാണ്. എൻ്റെ റൂമിലേക്ക് ഒരു ദിവസം വിളിച്ചായിരുന്നു, അപ്പം റൂം ക്ലീൻ ആക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നീ എല്ലാ പണികളും ചെയ്ത് ടയേർഡ് ആയിരിക്കല്ലേ, അപ്പൊ അതുകൊണ്ട് ഇന്ന് റൂം ക്ലീൻ ചെയ്യണ്ട എന്ന് ഞാൻ അലീനയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാനൊരു നാടകം കളിക്കാൻ നോക്കി, പക്ഷെ അവള് അത് സമ്മതിക്കാതെ ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് ആ മുറിയിൽ നിന്ന് പോയത് എന്ന് രോഹിത് പറയുമ്പോൾ ഹരി പറയുകയാണ്, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ സ്വന്തം സഹോദരി ഒന്നല്ലല്ലോ, അവള് അവിടുത്തെ വേലക്കാരിയല്ലേ, അപ്പൊ നിന്നോട് കുറച്ചു നേരം അടുത്തിടപഴകാനും നിന്നോട് സംസാരിക്കാനും എന്നൊക്കെ വേണ്ടിയിട്ടാണ് അവൾ ആ മുറി ക്ലീൻ ആക്കാൻ വേണ്ടി അവിടെ നിന്നത് എന്നും കൂടി ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുകയാണ്. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ്. എന്തായാലും ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം നിനക്ക് എന്നൊക്കെ ഇങ്ങനെ ഹരി പറഞ്ഞിട്ട് നിൽക്കാണ്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ കൃഷ്ണ വരികയാണ്. കൃഷ്ണയ്ക്ക് തലവേദന വന്ന പാടെ തന്നെ ബാഗ് അവിടെ വെച്ച് സോഫയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്തോ കോൾഡും തലവേദനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ശരി നോക്കട്ടെ എന്ന് പറയുന്ന നെറ്റ് തൊട്ട് നോക്കാണ്, ചൂടുണ്ടല്ലോ എന്ന് പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് ബബിത വരികയാണ്. ബബിതയോട് അലീന പറയുന്നുണ്ട്, കൃഷ്ണമോൾക്ക് പനിയാണ് എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്ത് വേണം എന്നും ചോദിച്ച് വേഗം തന്നെ ബബിത അകത്തേക്ക് പോവുകയാണ്. അലീന കൃഷ്ണയോട് പറയുന്നുണ്ട്, മോൾ ഇവിടെ തന്നെ കിടന്നു, ഞാൻ എന്തായാലും ഒരു ചുക്കുകാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി ചുക്കുകാപ്പി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചെറിയ ചൂടുള്ള മോളെ കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് നമ്മുടെ ഹരി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഹരി വന്ന് ഡോർ ഇങ്ങനെ ചാരി കിടക്കുന്നുള്ളൂ, അപ്പോൾ അവിടേക്ക് വരികയാണ്. അപ്പൊ ആ സമയത്ത് ഹരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ തുറന്നു കിടക്കാനുള്ള. അപ്പൊ അടുക്കളയിലാണെങ്കിൽ നമ്മുടെ അലീന പാത്രങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കണം. ഒച്ച കേൾക്കുമ്പോൾ വേഗം തന്നെ അവളുടെ പുറകെ ചെന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അലീന തിരിയുമ്പോൾ ഇവനെ കണ്ടൊന്ന് പേടിക്കുന്നുണ്ട്. എന്താ ഇത്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന്, നിങ്ങൾക്ക് എന്താ ഒന്ന് മിണ്ടിയിട്ടൊക്കെ വന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നീയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾക്ക് ഒരു സ്വർണ്ണ മോതിരം വാങ്ങിക്കൊണ്ട് വന്നത് അത് അവൾക്ക് നേരെ ഇങ്ങനെ നീർത്തി പിടിക്കുകയാണ്. അപ്പോൾ അവളോട് പറയുന്നുണ്ട്, ഇത് നോക്കിയടി എന്ന് പറയാണ്. അപ്പൊ അലീന പറയണ്ട, എന്തായാലും എനിക്ക് വേണ്ട, എനിക്ക് കാണാൻ വേണ്ട എന്ന് പറയാണ്. നീ ഇത് നോക്കടി, ഗോൾഡ് ആണടി, നീ ഗോൾഡൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഹരി ചോദിക്കുകയാണ്. എന്തായാലും ഇന്ന് രാത്രി നിനക്ക് ഞാനിത് നിന്റെ വിരലിൽ ഇട്ട് തരും, ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, പിന്നെ നിനക്ക് ഞാൻ ഇത് ഇട്ട് തരും, അത് ഉറപ്പാ എന്നൊക്കെ എന്നെ പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്കുണ്ടെങ്കിൽ എന്നോട് പെരുമാറിയാൽ മതി. അപ്പോൾ അവളുടെ കയ്യിലൊക്കെ ഇങ്ങനെ കയറി പിടിക്കാൻ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും അവൾ അവിടെ നിന്ന് എതിർത്ത് അങ്ങനെ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ്.
അങ്ങനെ നേരെ അവനാണെങ്കിൽ ഹരിയാണെങ്കിൽ നേരെ അവിടെ നിന്നും കൃഷ്ണയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ അവിടെ ടേബിളിൽ അങ്ങനെ ആ ചായ കുടിച്ചിട്ടൊക്കെ അങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് കൃഷ്ണനെ കാണുമ്പോഴും അവനൊരു പൊട്ട രീതിയിലാണ് നോക്കുന്നത്. അങ്ങനെ കൃഷ്ണയുടെ തോളിലൊക്കെ ഇങ്ങനെ തൊടുകയും അതുപോലെ കൈകളിൽ ഇതാണ് ഭാഗ്യരേഖ എന്നൊക്കെ പറഞ്ഞ് കൈരടിയിലൊക്കെ തൊടുകയും അവള് മോളും നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഹരിയേട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലേ എന്നൊക്കെ കൃഷ്ണ ചോദിക്കുമ്പോൾ, എന്തിനാ ഇപ്പോൾ കോളേജിൽ പോകുന്നത്, കോളേജിൽ പോയതുകൊണ്ട് മാത്രം പഠിക്കണം എന്നൊന്നുമില്ല, വീട്ടിലിരുന്നാലും പഠിക്കാം, പാസ്സായാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ഹരി പറയുന്നുണ്ട്. അപ്പം നീ എന്താ ഇന്ന് നേരത്തൂടെ വന്നത്, എനിക്ക് അവിടെ ഞങ്ങൾ സ്കൂളിലൊരു കുട്ടി മരിച്ചു പുഴയിൽ വീണിട്ട്, അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വിട്ടു, ഞാൻ അപ്പം തന്നെ ഇങ്ങോട്ട് പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം കൃഷ്ണയ്ക്ക് ഇവൻ്റെ ഈ തൊടലും താലോടലൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമില്ല. അപ്പം അതുകൊണ്ട് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒരു സഹോദരനെ പോലെ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അലീന ഇത് കണ്ടിട്ട് അലീന കൃഷ്ണമോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാണ്. അങ്ങനെ കൃഷ്ണ അലീനെ വിളിച്ചപ്പോൾ അവിടേക്ക് പോവാണ്. നമ്മുടെ ഹരിക്ക് മനസ്സിലായി തന്നിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണയെ വിളിച്ചതെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അങ്ങനെ എന്നും പറഞ്ഞിട്ട് ആ ടേബിൾ ഒരു ഇടിയും ഇടിച്ച് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും പോകുന്ന സമയത്ത് തന്നെ അവിടേക്ക് വൈജയന്തി വരികയാണ്. നീ എപ്പോൾ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉച്ചയോടുകൂടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. നിനക്ക് കാപ്പി നീ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നില്ല, ഇവിടുത്തെ സർവൻ്റ് എന്ത് സർവൻ്റ് ആൻറ്റി, എനിക്കൊന്നും തന്നില്ല ഈ നേരമായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെയല്ലല്ലോ, അവൾ എല്ലാ അതിഥികളൊക്കെ നന്നായി ട്രീറ്റ് ചെയ്യുന്ന ആളാണല്ലോ, ഞാൻ എന്തായാലും ചോദിക്കാമെന്ന് വൈജയന്തി പറയുമ്പോൾ ഹരി പറയാണ്, വേണ്ട ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രശ്നമൊന്നും വേണ്ട, എന്തായാലും ഒന്ന് ഉപദേശിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ശരി എന്നും പറഞ്ഞ് അങ്ങനെ ഹരി അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണയോട് ചോദിക്കുകയാണ്, മോൾക്ക് ഏത് സബ്ജക്റ്റാണ് ടഫായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഹിന്ദിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഹിന്ദി അറിയോ എന്ന് കൃഷ്ണ തിരിച്ച് ചോദിക്കുകയാണ് നമ്മുടെ അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ +2 വരെ ഹിന്ദി പഠിച്ചിട്ടുണ്ട്, എന്തായാലും നോക്കാം മോള് വായോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഹിന്ദിയൊക്കെ കൃഷ്ണയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയം അത് കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് നമ്മുടെ വൈജയന്തി. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഇതെന്താ നീ കാണിക്കണേന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് ചേച്ചി ഹിന്ദി പറഞ്ഞു തരുന്നതാണ്. ഹിന്ദി പറഞ്ഞു തരാൻ ഇവിടെ വേറെ ആരുമില്ലേ, അപ്പം അമ്മയ്ക്ക് അറിയോ, അമ്മ പറഞ്ഞതായോ എന്നും പറഞ്ഞിട്ട് ഹിന്ദിയിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവള് എനിക്കൊന്നും അറിയില്ല, നീ എന്നോടല്ല ചോദിക്കേണ്ടത്, നിനക്ക് ടഫുള്ള വിഷയത്തിന് നീ ട്യൂഷൻ പോവുകയാണ് വേണ്ടത് എന്ന് വൈജയന്തി കൃഷ്ണയോട് പറയുകയാണ്. അതിനെന്താ, ട്യൂഷൻ തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്, അപ്പോൾ ചേച്ചിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ പോരും. അതൊന്നും പറ്റില്ല, എന്തിന് ഇവള് ഇവിടെ വന്നിട്ടുള്ളത്, അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും, ഇവിടെ ടീച്ചർ ആവേണ്ട ഒരു അധ്യാപിക വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി നമ്മുടെ അലീനയെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ അലീനയെ കുറ്റപ്പെടുത്താൻ കേൾക്കുമ്പോൾ നേരെ നമ്മുടെ കൃഷ്ണ പറയുന്നുണ്ട്, ഇത് എന്താ അമ്മ, ഇത് എന്ത് സ്വഭാവം, ഇതെന്താ കുശുമ്പാണോ, അസൂയാണോ, അല്ലെ കുത്തിത്തിരിപ്പാണോ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വൈജയന്തിയെ ദേഷ്യപ്പെടുത്തുന്നുണ്ട്, കുറ്റപ്പെടുത്തുകയാണ് നമ്മുടെ കൃഷ്ണ ചെയ്യുന്നത്. അങ്ങനെ വൈജയന്തി അവിടെ നിന്നും പോവാൻ നിൽക്കണം. എന്തായാലും നമ്മുടെ കൃഷ്ണ രേവതിയോട് പറയുന്നുണ്ട്, രേവതിയല്ല അലീനയോട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ഒരു ചേച്ചിയെ വേണമായിരുന്നു, എൻ്റെ ചേച്ചി അവൾ ബബിത, അവളൊരു മൂശാട്ടായി, അവള് എപ്പോഴും ദേഷ്യപ്പെടും, ഒരു സ്നേഹവുമില്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയില്ല മോളെ, അവൾക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലുണ്ടെന്നുള്ളു, നല്ല ചേച്ചിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും രേവതിയുടെ അലീനയുടെ കണ്ണിങ്ങനെ നിറയുകയാണ് കൃഷ്ണയുടെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷമാണെങ്കിൽ ഹരിയാണെങ്കിൽ വീണ്ടും അലീനയ്ക്ക് അരികിലേക്ക് വരികയാണ് രാത്രി സമയത്ത്. അങ്ങനെ അലീനയുടെ റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നീ ഇവിടുന്ന് പൊക്കോളണം, ഇല്ലെങ്കിലേ എനിക്കും അറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്, ഞാനും ഇവിടെ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ഹരിയെ റൂമിൽ നിന്ന് പറഞ്ഞയക്കാണ്. പക്ഷേ ആ ഒരു കാഴ്ച വൈജയന്തി കാണുന്നുണ്ട്. അപ്പോൾ വൈജയന്തി അലീനയോട് ചോദിക്കുകയാണ്, എന്തിനാ അവൻ ഇവിടേക്ക് വന്നത്, നിന്റെ റൂമിലേക്ക് വന്നായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനയാണെങ്കിൽ ഒന്നിനും മറുപടി പറയാതെ വാതിൽ അങ്ങനെ കൊട്ടി അടയ്ക്കുകയാണ്. വൈജയന്തിക്ക് എന്തായാലും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും നാളത്തെയും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.